എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും ഈ ആരാധന ദൈവത്തിന് മഹത്വകരമായി തീരുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തിയുള്ള ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അത്താഴ ശുശ്രൂഷാക്രമത്തിലെ ചില ഭാഗങ്ങൾ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. അറക്കപ്പെട്ടവനെ, നീ നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നീ യോഗ്യൻ. കുഞ്ഞാടിന് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷ എന്നുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ഇരിപ്പിടങ്ങളിലും നാം ആയിരിക്കുന്ന സ്ഥലത്തും ഇരുന്നു കൊണ്ട് നമ്മുടെ കുറവുകളെ സർവശക്തിയുള്ള ദൈവത്തോട് ഏറ്റുപറയുകയും കർത്താവിന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതിയിട്ട് അകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായ ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ.
മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകലതന്മേലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നാം എല്ലാവരോടുകൂടെയും മാനസികവും ശാരീരികവുമായി വെല്ലുവിളികൾ അനുഭവിക്കുന്നവർ, ഭിന്നശേഷിയുള്ളവർ, അവർക്ക് അന്തസ്സും അഭയവും നൽകുന്ന ശുശ്രൂഷ ഞങ്ങളെ ദൈവമായ കർത്താവേ, മനുഷ്യജീവിതത്തിന്റെ ബലഹീനതകളെ ഞങ്ങൾ ഓർക്കുന്നു. വിവിധ തരത്തിൽ വ്യത്യസ്തമായ ബലഹീനതകൾ അനുഭവിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് ഭിന്നശേഷികൾ കൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ബലഹീനരെ ഞങ്ങൾ കാണുവാനും സ്നേഹത്തോടും കരുണയോടും കൂടി ഇടപെടുവാനും ദൈവത്തിന്റെ കരുണ വായ്പ് ഞങ്ങളിലൂടെ അവർക്ക് നൽകുവാനും അവരും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുവാനും അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും സഭയായി അവരെ ശുശ്രൂഷിക്കുവാനും അംഗീകരിപ്പാനും തക്ക കൃപയും അനുഗ്രഹവും തരുമാറാകണമെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടുകൂടി കേൾക്കണമേ. ആമേൻ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 17 വരെ. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായു കൊടുത്തത് ആൾ അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ച ഉള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആൾ, യഹോവയായ ഞാൻ അല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോടുകൂടെയും ഇരുന്ന് നീ സംസാരിക്കേണ്ടതിന് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവെ, നിനക്ക് ബോധിച്ചു മറ്റേ ആരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. അവൻ അരുളി ചെയ്തു, ലേവ്യനായ അഹ്റോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും. നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവന് ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. ഇവിടെ ഒന്നാം പാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. Today's Psalm reading is taken from Psalm 103 verses 1 to 17. Psalm 103 verses 1 to 17. Bless the Lord, O my soul, and all that is within me. Bless his holy name. Bless the Lord, O my soul, and forget not all his benefits. Who forgives all your iniquities, who heals all your diseases, Who redeems your life from destruction, who crowns you with loving kindness and tender mercies. who satisfies your mouth with good things, so that your youth is renewed like eagles.
The Lord executes righteousness and justice for all who are oppressed. He made known his ways to Moses, his acts to the children of Israel. The Lord is merciful and gracious, slow to anger and abounding in mercy. He will not always strive with us, nor will he keep his anger forever. He has not dealt with us according to our sins, nor punished us according to our iniquities. For as the heavens are high above the earth, so great is his mercy towards those who fear him. As far as the east is from the west, so far has he removed our transgressions from us. As a father pits his children, so the Lord pits those who fear him. For he knows our frame, he remembers that we are dust. As for man, his days are like grass, as a flower of the field, so he flourishes. For the wind passes over it, and it is gone, and its place remembers it no more. Let us read together. But the mercy of the Lord is from everlasting to everlasting, on those who fear him, and his righteousness to children's children. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Acts chapter 3, 1 to 10. Now Peter and John went up together to the temple and the hour of prayer, the 9th hour, and a certain man lame from his mother's womb was carried, whom they laid daily at the gate of the temple, which is called Beautiful, to ask alms from those who entered the temple, who, seeing Peter and John about to go into the temple, asked for alms. And fixing his eyes on him with John, Peter said, Look at us. So he gave them his attention, expecting to receive something from them. Then Peter said, Silver and gold I do not have, but just I have you in the name of Jesus Christ Nazareth. Rise up and walk him up, and immediately his feet and ankle bones received a strength. So he leaping up stood and walked and entered the temple with them, walking, leaping, and praising God. And all the people saw him walking and praising God. Then they knew that it was he who sat begging alms at the beautiful gate of the temple, and they were filled with wonder and amazement of what had happened to him. Today's Gospel reading is taken from Matthew chapter 17, verses 14 to 22. Matthew chapter 17, verses 14 to 22. When they came to the crowd, a man approached Jesus and knelt before him. Lord, have mercy on my son, he said. He has seizures and is suffering greatly. He often falls into the fire or into the water. I brought him to your disciples, but they could not heal him. You unbelieving and perverse generation, Jesus replied. How long shall I stay with you? How long shall I put up with you? Bring the boy here to me. Jesus rebuked the demon, and it came out of the boy, and he was healed at that moment. Then the disciples came to Jesus in private and asked, Why couldn't we drive it out? He replied, Because you have so little faith. Truly I tell you, if you have faith as small as a mustard seed, you can say to this mountain, Move from here to there, and it will move. Nothing will be impossible for you. When they came together in Galilee, he said to them, The Son of Man is going to be delivered into the hands of men. They will kill him, and on the third day he will be raised to life. And the disciples were filled with grief. Here ends the Gospel reading.
ഇന്നേക്കുള്ള പ്രത്യേക അപേക്ഷകൾ: ബർത്ത്ഡേസ് സോസാമ ഡാനിയൽ, വിനോദ് ജൂലിയൻ, ഗീത മോഹൻ. നമ്മുടെ ബിൽഡിംഗ് പ്രോജക്റ്റിനെ ദൈവത്തിന്റെ കരത്തിൽ വീണ്ടും നമുക്ക് അർപ്പിക്കാം. തുടർച്ചയായി ആരാധനകൾ നടത്തുവാൻ തക്ക സാഹചര്യവും സൗകര്യവും ദൈവം നമുക്ക് നൽകേണ്ടതിനു വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. കർണാടക സെൻട്രൽ ഡയസിസിലെ അർപ്പന, ഡോക്ടർ മോളി എബ്രഹാം കൊച്ചമ്മ നടത്തുന്ന ലിസ ഹോം, ഈസ്റ്റ് പരേഡ് മലയാളം കോൺഗ്രിഗേഷനിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആശ്രയ, മധ്യ കേരള ഡയസിസ് നടത്തുന്ന ആശാഭവൻ, സൗത്ത് കേരള ഡയസിന്റെ ഭാഗമായിരിക്കുകയും ഇപ്പോൾ കൊല്ലം ഡയോസിസ് നടത്തുന്ന അന്ധവിദ്യാലയം, സൗത്ത് കേരള ഡയസിസിൽ നടത്തി വന്ന പോളിയോ ഹോം, അതുപോലെ മറ്റ് പാലിയേറ്റീവ് പേഷ്യൻസിനെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ, ആതുര സേവനങ്ങൾ, ആതുര ആലയങ്ങൾ, അവിടുത്തെ കരുണ നിന്നുപോകാതെ കുറഞ്ഞു പോകാതെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായി അലയ്ക്ക് വേണ്ടി സഭാ നേതൃത്വം നൽകുന്ന എല്ലാ പ്രവൃത്തികളെയും ഓർക്കാം. പ്രത്യേകിച്ച് KNHന്റെ പ്രവൃത്തികളെ ദൈവത്തിന്റെ കരത്തിൽ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്തുതികളും സ്തോത്രങ്ങളുമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വരുന്നു. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് യോഗ്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നന്ദിയുള്ളവരായിരിക്കാനും വിശ്വസ്തരായിരിക്കാനും അങ്ങ് സഹായിക്കണമേ. പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളെ കരുണയോടുകൂടി കാക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കണമേ. അവരൊരു അനുഗ്രഹമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബിൽഡിംഗ് പ്രോജക്റ്റിനെ സർവശക്തിയുള്ള ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. കനിയണമേ, മനസ്സലിയണമേ, സഹായിക്കണമേ. ഇപ്പൊ പ്രത്യേകമായ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആരാധന നടത്തുവാനായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കർത്താവേ, നീ ദൈവമാണ്, ആരാധന പ്രിയനാണ്. ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ അർപ്പന, ലിസാഹോം, ആശ്രയ, ആശാഭവൻ, അന്ധവിദ്യാലയം, പോളിയോ ഹോം, പാലിയേറ്റീവ് പേഷ്യൻസിനെ പരിചരിക്കുന്ന സ്ഥാപനങ്ങൾ, രോഗികൾ, ആതുര സേവനങ്ങൾ, ആതുരാലയങ്ങൾ, KNHന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആതുരാലയ പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികൾ ഒക്കെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. കർത്താവേ, അങ്ങയുടെ മനസ്സലിവ്, അങ്ങയുടെ സ്നേഹം അതിലൂടെ പ്രകടമാകുവാൻ വ്യക്തികളെയല്ല ദൈവത്തെ തന്നെ കേന്ദ്രീകരിച്ച് ആ സ്നേഹം കർത്താവെ പലതരത്തിൽ ഭാരത്തിലിരിക്കുന്നവർ അനുഭവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് സിറ്റുവേഷനിൽ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിനായി, ദേശത്തിലെ ജനത്തിനായി ദൈവത്തിന് സ്തോത്രം. കർത്താവേ, അവിടുത്തെ കൃപ ഇന്നും വിട്ടുപിരിയാതെ ഞങ്ങളോടുകൂടെ ഇരിക്കണമേ എന്നപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Shiva,
പ്രാർത്ഥിക്കാം. കർത്താവെ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് ഇഷ്ടകരമായിരിക്കാൻ സഹായിക്കണമേ. ആരൊക്കെ ഈ പ്രസംഗം കേൾക്കുന്നുവോ, കേൾക്കണമെന്ന് അങ്ങ് ഇച്ഛിക്കുന്നുവോ, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയും ശക്തിയും വിവരവും ശ്രദ്ധയും അങ്ങ് തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഡിഗ്നിറ്റി ആൻഡ് ഡിപ്പെൻഡൻസ്. സൺഡേ ഫോർ ദ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചാലഞ്ച്ഡ് ആൻഡ് പാലിയേറ്റീവ് പേഷ്യൻസ്. മാനസികവും ശാരീരികവും ഇങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ അനുഭവിക്കുന്നവരെയും അവരുടെ ഭിന്നശേഷിയെയും എന്നാൽ അവർക്കും അന്തസ്സും അഭയവും നൽകേണ്ടതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് ചിന്തിക്കുന്ന ഒരു ആരാധനയാണ് ഇന്നത്തെ ആരാധന എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളവരെ നമുക്ക് വളരെ പരിചയമാണ്. KC എബ്രഹാച്ചൻ്റെ കൊച്ചമ്മ, ഡോക്ടർ മോളി കൊച്ചമ്മ നടത്തുന്ന ലിസ ഹോം, ഈസ്റ്റ് പരേഡ് സഭ ലിംഗരാജപുരത്ത് നടത്തുന്ന ആശ്രയയും നമ്മൾ പലരും സന്ദർശിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിലും ചുറ്റുപാടിലും ഇത്തരത്തിൽ വ്യതകൾ അനുഭവിക്കുന്ന അനേകരെ നമുക്ക് പരിചയമുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ബഹുമാനിക്കണമെന്നും മാനിക്കണമെന്നും ചിലപ്പോൾ ചില കാലങ്ങളിൽ ആളുകൾ മൊണ്ടിയെന്നോ ചെകിടനെന്നോ കുരുടനെന്നോ അല്ലെങ്കിൽ പൊട്ടനെന്നോ കൂനനെന്നോ ഒക്കെ വിളിച്ച് ആക്ഷേപിച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ അവരെ സംബോധന ചെയ്യുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കും വ്യക്തിത്വം ഉണ്ടെന്നും മാന്യത ഉണ്ടെന്നും അവരെയും ആദരിക്കേണ്ടതാണെന്നും അവരും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും സഭയുടെ ഭാഗമാണെന്നും നാം അറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അനുഭവിക്കുന്ന വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ചിലർ ജനനത്താൽ ഇങ്ങനെ സംഭവിക്കുന്നു, ചിലർ കാലാന്തരത്തിൽ അവർക്ക് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. മസ്തിഷ്ക രോഗങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ചുള്ള രീതി കൊണ്ടും അതുപോലെ രക്തമൊഴുകുന്ന രക്തക്കുഴലുകളുടെ കേട് നിമിത്തവും പ്രഷർ നിമിത്തവും അവയവങ്ങളുടെ ക്ഷതം കൊണ്ടും ഇത്തരത്തിൽ ബലക്ഷയമോ ബുദ്ധിക്ഷയമോ പ്രവൃത്തിയിൽ മന്ദതയോ മന്ദബുദ്ധിയെ പോലെ തോന്നത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളോ ചിലപ്പോൾ പ്രവൃത്തിയിൽ വേഗതയോ തീവ്രതയോ ആയ രീതിയിൽ ഇടപെടുന്ന വ്യക്തികളെയും നമുക്ക് കാണാം. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ആരോഗ്യപൂർണതയുള്ളവരെക്കാൾ മേന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുമെന്ന് റെക്കോർഡുകൾ തെളിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള റെക്കോർഡുകൾ സമസൃഷ്ടിയെ അതിശയിപ്പിച്ചിട്ടുണ്ട്. കായികം, സംഗീതം, പഠനം, ആർട്ട് വർക്ക്, പെയിന്റിംഗ്, ഡ്രോയിങ്, ഡാൻസിങ് എന്നീ രംഗങ്ങളിൽ പ്രശസ്തി ആർജിച്ചവരുണ്ട്. നിങ്ങൾ ഓൺലൈനിലൂടെ ഒന്ന് നോക്കിയാൽ ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ ചില ഉദാഹരണങ്ങളെ ഞാൻ സൂചിപ്പിച്ചു. ഇത്തരണത്തിൽ ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. കാലിൻ്റെ സഹായത്താൽ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന, കാലില്ലാതെ കൈകൊണ്ട് വാഹനം ഓടിക്കുന്ന, 2 തലയുണ്ട്, ഈ 2 തലയും വഹിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കുന്ന, കൈവിരലില്ലാതെ നന്നായി പിയാനോ വായിക്കുന്ന, കൃത്രിമ കാലുകൾ ഉപയോഗിച്ച് ഓട്ടത്തിൽ ഒന്നാമനാകുന്ന, വളരെ വേഗത്തിൽ
ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന അന്ധന്മാർ, കാലുകൊണ്ട് എഴുതുന്ന, പടം വരയ്ക്കുന്ന, ചിത്രം വരയ്ക്കുന്ന വ്യക്തികൾ, നല്ല സംഗീതജ്ഞരായ പാടുന്ന, ഉപകരണം വായിക്കുന്ന അന്ധന്മാർ, ഇങ്ങനെ എത്രയെത്രയോ സംഭവങ്ങൾ. നാം അറിയുന്ന പ്രശസ്ത സംഗീതജ്ഞനായ പാശ്ചാത്യ സംഗീതജ്ഞൻ ബിഥോവൻ, അദ്ദേഹത്തിൻ്റെ കേൾവി ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് വെച്ച് നഷ്ടപ്പെടുകയും പക്ഷേ സംഗീതത്തിൽ അദ്ദേഹം ആജീവനാന്തം, അദ്ദേഹത്തിൻ്റെ മരണം വരെ പ്രശസ്തനായിരുന്നു എന്ന് നാം അറിയുന്നു. മാത്രമല്ല, ഹോളി ക്രോസ് ഇംഗ്ലീഷ് സഭയിൽ കോവിഡ് ബാധ വരുന്നതിന് മുമ്പായിട്ട് വെള്ളിയാഴ്ച നടത്തുന്ന ആരാധനയിൽ ഊമന്മാർ ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിച്ചു. അനേകം പേർ. എത്ര അതിശയമായിരുന്നു അവരുടെ ആരാധന എന്നുള്ളത്. നാം ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നില്ല എങ്കിലും അവരെ ഭാഷ്യത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ചില സമൂഹങ്ങളിൽ, വ്യക്തികളിൽ ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉള്ളവരെ ശാപമായും മാത്രമല്ല ശാപത്തിൻ്റെ മക്കളായി അവരെ കളിയാക്കുകയും ദൈവകോപമാണെന്ന് പറയുകയും പൈശാചിക ബാധയാണെന്ന് പറയുകയും കുടുംബത്തിൻ്റെ ശാപമാണെന്ന് പറയുകയും മുൻഗാമികൾ ചെയ്തു പോയ കടുത്ത പാതകങ്ങളുടെ ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത് ചിന്തിക്കുകയും മാത്രമല്ല ഈ രോഗം കാലാന്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ എല്ലാം അവൻ്റെ പാപത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഫലമായി അവനത് അനുഭവിക്കുന്നു എന്ന് പറയുന്നവരും ഇല്ലാതില്ല. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥയെ ദൈവിക അനുഗ്രഹമാക്കി മാറ്റിയതിൻ്റെ ഒരു ഉദാഹരണമാണ് ലിസ ഹോം എന്ന് പറയുന്നത്. KC എബ്രഹാം അച്ഛൻ്റെ കൊച്ചമ്മ ഇത്തരത്തിലുള്ള തൻ്റെ മകളുടെ വൈകല്യത്തെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ് ആയ അനേകം ആശ്രിതർക്ക് ആശ്രയവും ആശ്വാസവും അഭയവും നൽകുവാനായി ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറ്റിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്താണ് ഈ ദൈവത്തിൻ്റെ മനസ്സ്? നസറത്ത് മാനിഫെസ്റ്റോ ഓഫ് ജീസസ്. യെശയ്യാ പ്രവാചകന്റെ ഉദ്ധരണികളിൽ നിന്ന് 61 അധ്യായം യെശയ്യാവ് 61 1 വാക്യങ്ങളെ ചുവടുപിടിച്ച് യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തിയുടെ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുകയാണ്. അതായത് പിതാവിനുള്ള അതേ മനസ്സ് തന്നെയാണ് പുത്രനും. അതിൻ്റെ പരസ്യ പ്രഖ്യാപനം നാം ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 18 മുതൽ 19 വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ച് അയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഉള്ള പ്രഖ്യാപനം. ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. കാഴ്ചയിൽ ജനനത്തിൽ വളരെ സുന്ദരനായിരുന്ന മോശ, നല്ല ആരോഗ്യവാനായിരുന്ന മോശ, കൊട്ടാരത്തിൽ രാജകീയ അഭ്യാസനം ലഭിച്ചതായ മോശ, പുരോഹിതനായ ഇത്രയുടെ മകളെ വിവാഹം കഴിച്ച് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോശയ്ക്ക് ദൈവവിളിയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുന്നു. തൻ്റെ ദൈവവിളിയെ നിരസിക്കുവാനായി മോശ തൻ്റെ വൈകല്യത്തെ മറയാക്കി പ്രവർത്തിക്കുന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിക്കുവാനായി ദൈവം തൻ്റെ പദ്ധതി ഒരുക്കി അവനെ ശക്തീകരിക്കുവാനായി ദൈവം അവനെ പരിശീലിപ്പിച്ച് തുടങ്ങിയ ആ ഒരു സാഹചര്യത്തിൽ ഈ ശുശ്രൂഷയ്ക്ക് എനിക്ക് പറ്റുകയില്ല എന്നുള്ള അതൃപ്തിയെ ദൈവത്തെ അറിയിക്കുന്നു. അവൻ പറയുകയാണ്, ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനുമാകുന്നു. ഈ ആയിരക്കണക്കിന് ജനത്തെ നിയന്ത്രിക്കുവാനായി വിക്കനായ ഒരു മനുഷ്യന് സാധിക്കുകയില്ല എന്നുള്ളത് മാനുഷിക ചിന്തയാണ്. പക്ഷെ തൻ്റെ ദൈവം ആരാണെന്നുള്ള ചിന്ത മോശയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതുവരെ മോശയെ മരിച്ചു പോകേണ്ട, കൊന്നുകളയേണ്ട, അല്ലെങ്കിൽ നദിയിൽ ഒഴുകിപ്പോകേണ്ട മോശയെ ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മോശയ്ക്ക് മനസ്സിലാക്കാനായി സാധിച്ചില്ല. ഈ അവസരത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത മറുപടി
ദൈവത്തിന് ഭിന്നശേഷിയുള്ളവരോടുള്ള ഹൃദയ വിശാലത മനസ്സലിവ് വ്യക്തമാക്കുന്ന ഒന്നാണ്. ദൈവം ഇങ്ങനെ പറയുന്നു, മനുഷ്യന് വായ് കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? നീ ചെല്ലുക, നിന്റെ വായോടു കൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും എന്ന് ഇവിടെ മോശയോട് ദൈവം പറയുന്നു. എൻ്റെ മനസ്സിൽ വരികയാണ് മർക്കോസ് വിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 ഭാഗങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാനും കഴിയുന്നില്ല, കാണാനും സാധിക്കുന്നില്ല, സംസാരിക്കാനും സാധിക്കുന്നില്ല. ഊമനാണ്, കേൾക്കാനും കഴിയുന്നില്ല. അവനെ സൗഖ്യമാക്കി. ആ ദൈവം ആ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഞാൻ സബ്ജക്റ്റിലേക്ക് വരികയാണ്. മോശ പറയുകയാണ്, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ. ഇത് പറഞ്ഞപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു എന്ന് വായിക്കുന്നത്. ആങ്കർ ഓഫ് ദ ലോർഡ് കിൻഡിൽഡ് അഗൈൻസ്റ്റ് ഹിം. ദൈവം വീണ്ടും സംസാരിക്കുന്നു. ലേവ്യനായ അഹ്റോൻ നിന്റെ സഹോദരനല്ലയോ? അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു. അവൻ നിന്റെ അവന്റെ വായോടും ഇരിക്കും. നിനക്ക് പകരം അഹ്റോൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. അടയാളങ്ങൾ പ്രവർത്തിപ്പാൻ ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക എന്ന് ദൈവം പറയുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇതൊന്ന് ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇന്നത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഈ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, നാം കഴിവില്ലാത്തവരുടെ ആശയവിനിമയം ചെയ്യാൻ കഴിവില്ലാത്തവരുടെ ശബ്ദമായും അവരുടെ വായായും കേൾക്കാൻ കഴിയാത്തവരുടെ കേൾവിയായും ചലനങ്ങൾ പ്രവർത്തിക്കാത്തവരുടെ കൈയായും കാലായും മാനസികമായി ബലഹീനതയിലിരിക്കുന്നവർക്ക് ബലമായും തീരണം എന്നുള്ള ഗുണപാഠമാണ് ഇന്നത്തെ ഈ പാഠഭാഗത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാനായി സാധിക്കുന്നത്. ഇന്നത്തെ വേദഭാഗത്തിൽ ചേർത്തിട്ടില്ല എങ്കിലും മറ്റൊരു സംഭവം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച്. യോനാഥാനും ശൗലും മരിച്ചു. ദാവീദ് ഭരണമേറ്റെടുത്ത സമയത്ത് തന്നെ ദാവീദിനൊരു ചിന്തയുണ്ടായി, യോനാഥാന്റെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോ മനസ്സിലാക്കാനായി സാധിച്ചു, സീബയിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിച്ചു, മെഫീബോശത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട്. യോനാഥാനും ശൗലും മരിച്ച സാഹചര്യത്തിൽ യോനാഥാന്റെ ജോലിക്കാരിയായ ആ സ്ത്രീ ഈ മെഫീബോശത്തിനെ എടുത്തുകൊണ്ട് ഓടിയപ്പോ വഴിയിൽ വെച്ച് വീണ് അവൻ 2 കാലും നഷ്ടപ്പെട്ട് മുടന്തനായി തീർന്നു എന്നാണ് വേദഭാഗത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ 2 കാലുകളും മുടന്തനായ അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവരികയും പിതൃസ്വത്ത് തിരിച്ചു നൽകുകയും അവനെയും അവന്റെ 15 പുത്രന്മാരും 20 ജോലിക്കാരും ഇവരെയൊക്കെ സംരക്ഷിക്കുവാനുള്ള സംരക്ഷണ ചുമതല രാജാവ് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് നാം അറിയുന്നു. എന്നാൽ ഈ മെഫീബോശത്തിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഹി പെയ്ഡ് ഹിസ് ഹോമേജ് ടു ഡേവിഡ്. ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ വേദഭാഗത്ത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 ശമൂവേൽ 9:3 അതിന്റെ 1-ാം വാക്യവും മനസ്സിലാക്കുമ്പോൾ ദാവീദ് മെഫീബോശത്തിനോട് കാണിച്ചത് ദൈവത്തിന്റെ ദയയാണ്. മാത്രമല്ല യോനാഥാൻ നിമിത്തം കാണിക്കുന്ന ദയയും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ മനുഷ്യൻ കാണിക്കുന്നതായാലും അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികൾ ദയായിട്ട് മാറുന്നതായാലും ദയ എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭാഗമാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ദയയുള്ളവരായിരിക്കണം. എല്ലാ രോഗങ്ങളും നമുക്ക് സൗഖ്യമാക്കാൻ സാധിക്കില്ല. എല്ലാ രോഗങ്ങളെയും എൻ്റെ പൂർണ്ണതയിലെത്തിക്കാനായി സാധിക്കുകയില്ല. ചില രോഗങ്ങളെല്ലാം സഹജമാണ്. അത്
തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണമായി പൗലൂസ്, പ്രാർത്ഥനാവീരനായ പൗലൂസ്, പ്രാർത്ഥിച്ചാൽ അനേകർക്ക് സൗഖ്യം കിട്ടുന്ന പൗലൂസ് അദ്ദേഹത്തിന്റെ ജഡത്തിലെ ശൂലത്തിനു വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. 2 കൊരിന്ത്യർ 12:1-10 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 9ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോശയുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നു. മാത്രമല്ല, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അവര് പരസ്പരം സഹായിക്കുമ്പോഴാണ് അത് ജീവിതമായി മാറുന്നത്. അത് നമുക്ക് ഈ അഹരോനിലും മോശയിലുള്ള ബന്ധത്തിലൂടെ, ശുശ്രൂഷയിലുള്ള ബന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. അതുകൊണ്ട് ബലഹീനരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല. എല്ലാ ബലഹീനതയും പൂർണ്ണമായി മാറുകയില്ല. ചില ബലഹീനതയിലൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കും. എന്നാൽ ഈ ബലഹീനരെ സഹായിക്കേണ്ടത് മാനുഷിക ഉത്തരവാദിത്തമാണ്. ദൈവം അത് മനുഷ്യന് നൽകിയിട്ടുള്ളതാണ്. ദൈവത്തിന്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പത്രോസ് യോഹന്നാനും 9 മണിക്ക് ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചുമന്നുകൊണ്ട് ഭിക്ഷയാചിപ്പാനായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുത്തുമാറുണ്ടത് പതിവാണ്. ഒരു ദിവസം അവർ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷയാചിച്ചു. പത്രോസ് അവനെ ഉറ്റുനോക്കി, ഗേസ് അറ്റ് ഹിം, എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവനും പത്രോസിനെ നോക്കി. ആൻഡ് ഹി ഫിക്സഡ് ഹിസ് അറ്റൻഷൻ ഓൺ ദം, എക്സ്പെക്ടിങ് ടു റിസീവ് സംതിങ് ഫ്രം ദം. വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പത്രോസിനെ യോഹന്നാനെ നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്കൊരു സമ്പത്തുണ്ട്, ബെറ്റർ ദാൻ ഗോൾഡ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നസറേത്ത്. റൈസ് അപ്പ് ആൻഡ് വാക്ക്. ഹി ടുക്ക് ഹിം ബൈ ദ റൈറ്റ് ഹാൻഡ് ആൻഡ് റൈസ്ഡ് ഹിം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല ആളുകളും ഈ രോഗികളെ കൊണ്ട് മുതലെടുക്കുകയാണ്, ഭിക്ഷയാചിക്കാനായിട്ട് ചുമന്നുകൊണ്ട് ഇരുത്തുകയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും പലതും അത് തന്നെയാണ്. മാനുഷിക വൈകല്യങ്ങളെ മുതലെടുപ്പ് നടത്തി അവരിലൂടെ ഉണ്ടാകുന്ന പണം കവർന്നെടുത്ത് മറ്റുള്ളവർ ജീവിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ബലഹീനപ്പെടുത്തി ഭിക്ഷയ്ക്കിരുത്തി ഭിക്ഷയാചിക്കുന്ന സംഭവങ്ങളും ഒക്കെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല. ബലഹീനത അഭിനയിച്ച് അതിനായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കബളിപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ലിംഗരാജപുര സഭയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് സഹായം അഭ്യർത്ഥിച്ചു, തൻ്റെ ശരീരമൊക്കെ കാണിച്ചു. ഞങ്ങളൊരു കളക്ഷനും എടുത്തു. അപ്പോൾ 1-2 വിശ്വാസികൾക്ക് തോന്നിയ സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നു. ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഡോക്ടറുമില്ല, അങ്ങനെ രോഗിയുമില്ല. അപ്പൊ ശരീരത്തിലുള്ള ബലഹീനതകളെ ഇല്ലാത്ത ബലഹീനതയെ ബലഹീനതയാണെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏകദേശം അതും ഈ ഭിക്ഷയാചിക്കുന്ന ഈ സംഭവം അതുപോലെയൊക്കെയാണ്. അതുകൊണ്ട് ബി വാച്ച്ഫുൾ, ബി കെയർഫുൾ. എന്നാൽ ദൈവത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 9-32-34 ഭാഗങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ ലുദ്ദയിൽ പക്ഷപാതം പിടിപെട്ട് 8 സംവത്സരമായി കിടക്കയിലായിരുന്ന ഐനേയസ് എന്ന് പറയുന്ന രോഗിയെ കൊണ്ടുവന്നു. പത്രോസ് അവനെ, ഐനേയസെ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു എന്നും ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ മോശയിലൂടെ ദൈവത്തിന്റെ മനസ്സ്, യേശു ക്രിസ്തുവിലൂടെ അതേ ആ മനസ്സ്, ഹൃദയ വിശാലത, ആ സ്നേഹം ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും അതന്നെയാണ് ചെയ്തത്. ബലഹീനത അനുഭവിക്കുന്നവരെ ചേർത്ത് അണയ്ക്കുന്ന, ദൈവഭാഗത്ത് നിർത്തുന്ന, അവരുടെ പക്ഷത്ത് അവരെ കൂട്ടായ്മയിലേക്ക് ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാനായി സാധിക്കും. ഇന്ന് നമ്മൾ മത്തായി സുവിശേഷം 17-ാം അധ്യായം 14-21 വാക്യങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ശാരീരികവും മാനസികമായ വെല്ലുവിളികൾ ഉള്ളവരെ യേശു ശ്രദ്ധിക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടി
തുള്ളിച്ചാടി മാനിനെ പോലെ തുള്ളിച്ചാടുന്ന മുടന്തന്മാരും വളരെ നല്ല രീതിയിൽ ശ്രദ്ധ കേൾക്കുന്ന ചെകിടന്മാരും അതുപോലെ നല്ല രീതിയിൽ കാണുന്ന കാഴ്ച പ്രാപിക്കുന്ന കുരുടന്മാരും ശുദ്ധത പ്രാപിക്കുന്ന കുഷ്ഠരോഗികളും പൈശാചിക ബന്ധനമുള്ളവര് സൗഖ്യം പ്രാപിച്ച് സാധാരണ നിലയിൽ മനുഷ്യനെ പോലെ ജീവിക്കുന്ന അവസ്ഥകളും ഇത്തരത്തിൽ മാനസികവും ശാരീരികവുമായി പലതരത്തിൽ ഭിന്നത ശേഷിയുള്ള വ്യക്തികളെ സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പൈശാചിക രോഗം പിടിച്ച്, ചന്ദ്രരോഗം പിടിച്ച്, എപ്പിലെപ്റ്റിക് അപസ്മാരം പിടിച്ച് വന്ന ഒരു രോഗി യേശുക്രിസ്തുവിന്റെ മറുരൂപ മലയുടെ പ്രാർത്ഥന കഴിഞ്ഞ് പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ താഴ്വരയിലേക്ക് വന്നപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയാണ് യേശുക്രിസ്തുവിനെ സന്ധിക്കാനുണ്ടായിരുന്നത്. ഈ രോഗമുള്ള ചന്ദ്രരോഗമുള്ളവന്റെ പിതാവ് യേശുവിന്റെ മുമ്പ് വന്ന് മുട്ടുകുത്തി എന്റെ മകനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു എന്ന് 17-ാം അധ്യായം മത്തായി 17:15 വായിക്കുന്നു. ഈ മനുഷ്യൻ സൗഖ്യത്തിനായി ആദ്യം ശിഷ്യന്മാരെയാണ് കണ്ടത്. പക്ഷെ അവർക്ക് സൗഖ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അവരും ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്ന ഒരവസ്ഥ. അവരുടെ അവിശ്വാസം ഹേതുവായാണ് സാധിക്കാത്തതെന്ന് യേശുക്രിസ്തു അവിടെ ഒരു സൂചന കൊടുക്കുന്നു 17-ാം വാക്യത്തിൽ. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിക്കുന്നു. കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി. ആ നാഴികയിൽ തന്നെ ബാലൻ സൗഖ്യം വന്നു എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. എന്നിട്ട് സ്വകാര്യമായിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് കഴിയാത്തത്? 17-ാം അധ്യായം 19-ാം വാക്യം. യേശു പറയുന്നു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് കഴിഞ്ഞില്ല. കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നാൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒരു കാര്യവും അസാധ്യമല്ല. ഒടുവിലായിട്ട് കർത്താവ് പറയുകയാണ്, എന്താണ് പറയുന്നത്? ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുപോകുകയില്ല എന്ന് നാം വായിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോഴല്ല സഭ ഒരുങ്ങിയിരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴല്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കി സഭ എപ്പോഴും സൗഖ്യ പ്രക്രിയയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളെ ചേർത്ത് അണയ്ക്കുന്നതിലേക്ക് വേണ്ടി അവരെ ആശ്വസിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടതാണെന്നുള്ള ഗുണപാഠം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ മർക്കോസും ലൂക്കോസും 14-ാം അധ്യായത്തിൽ മർക്കോസും 9-ാം അധ്യായത്തിൽ ലൂക്കോസും ഈ സംഭവത്തെ വിവരിക്കുന്നു എങ്കിലും മത്തായിയുടെ ഈ ചുരുക്ക ഭാഷയിൽ ഇതൊരു മാനുഷിക പ്രശ്നമായി നാം മനസ്സിലാക്കുന്നു. മർക്കോസ് പറയുന്നത് ബാധ എന്നും മത്തായി പറയുന്നത് ചന്ദ്രരോഗമെന്നും അതിന്റെ മറ്റൊരു പേരാണ് അപസ്മാരം എന്നുമാണ്. പണ്ടുകാലത്ത് ചന്ദ്രന്റെ നിലയനുസരിച്ചാണ് രോഗങ്ങൾ മൂർച്ഛിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും 121-ാം സങ്കീർത്തനത്തിൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല എന്ന ആ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം ലുനാറ്റിക് അസുഖമെന്ന് പറയാം. ലുനാറ്റിക് സിക്നസ്, ഭ്രാന്ത് പോലുള്ള മാനസികമായ നില തെറ്റിയ ഒരു അനുഭവം, നാഡീ പേശികളുടെ ക്രമരാഹിത്യം എന്ന ഒരു സംഭവം, പെട്ടെന്ന് വെള്ളത്തിലും തീയിലും ചാടി തന്റെ ജീവന് തന്നെ അപകടപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകത്തക്ക ഒരു രോഗം. ഈ രോഗിയെ യേശുക്രിസ്തു സൗഖ്യമാക്കി. ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. ഈ അടുത്ത സമയത്തായിട്ട് പത്രം വായിച്ചപ്പോ ഒക്ടോബർ മാസം 2021 മനോരമ പത്രത്തിൽ ഈ മാസത്ത് എനിക്കിങ്ങനെ റിപ്പോർട്ട് കാണാനായിട്ട് സാധിച്ചു. മാനസിക ആരോഗ്യ കോഴ്സിന് പഠിക്കുന്ന, രോഗമുള്ളവരല്ല, കോഴ്സിന് പഠിക്കുന്ന 59% വിദ്യാർത്ഥികൾ മാനസിക സമ്മർദ്ദം നേരിടുന്നു എന്നുള്ളതാണ്. ഈ പഠനം നടത്തിയത് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ
ആരതി ജഗന്നാഥന്റെ നേതൃത്വത്തിലാണ് ഈ പഠനം നടത്തിയത്. ആ പഠനമാണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. മാനസിക ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോഴ്സുകളുടെ ഭാഗമായി ആശുപത്രിയിൽ സേവനം നടത്തുന്ന 59% പേരും വിവിധ മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നവരാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ രോഗികൾ മാത്രമല്ല, രോഗിയെ ശുശ്രൂഷിക്കുന്ന ഇങ്ങനെ രോഗികളുള്ള വീട്ടിലെ മാതാപിതാക്കൾ, അവരെ ശുശ്രൂഷിക്കുന്നവർ, അവരും സമ്മർദ്ദത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അതിലെ ഗെയിംസിന് അഡിക്റ്റായി മാനസിക നില തെറ്റിയ എത്രയോ യുവതിയുവാക്കളുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഠനരംഗത്തിലുള്ള സംഘർഷം, അവർക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് മാനസിക നിലയിൽ സംഘർഷമുണ്ടാക്കുകയും പിന്നെ പിരിമുറുക്കം ഉണ്ടാക്കുകയും ഇതിന്റെ കാരണത്താൽ മാറ്റപ്പെടാൻ പറ്റാത്ത രോഗികളായി തീരുകയും, അതുപോലെ ജോലി സ്ഥലത്തും മറ്റും സംഭവിക്കുന്ന സംഭവങ്ങൾ, പുച്ഛനീചത്വം, വിഭ്രാന്തി, തൊഴിൽ സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന സംഘർഷം, ഉറക്കമില്ലായ്മ, രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യണം, വിശ്രമമില്ലായ്മ, ഇതൊക്കെ പിൽക്കാലത്ത് വരുത്തിവെൽക്കുന്ന വിപത്തുകൾ ഒരുപക്ഷെ ഇതുപോലുള്ള സംഘർഷത്തിന് ഇടയാക്കി എന്ന് വരും. ഞാനത് പറഞ്ഞു, ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സഭ, പാസ്റ്റർ കെയർ ആൻഡ് സർവീസ്, ഭിന്നശേഷി ഉള്ളവർക്കും അവരെ പരിപാലിക്കുന്നവർക്കും ജീവിതത്തിലായിരിക്കുന്ന വ്യക്തികൾക്കും നൽകേണ്ടതാണ്, ഈ കെയർ നൽകേണ്ടതാണ്. എന്നാൽ ശരിയായ പാതയിലോട്ട് അവരെ നയിച്ചുവിടാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സൺഡേ സ്കൂളും യൂത്ത് ഫെലോഷിപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ നല്ല ഭാഗത്തേക്ക് കൊണ്ടുവരുവാനായി അവർക്ക് സാധിക്കണം. അതിലേക്ക് വേണ്ടി ശ്രമിക്കണം എന്നുകൂടെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. യേശുക്രിസ്തു മനുഷ്യനും ദൈവമായിരുന്നു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതോടൊപ്പം തന്നെ ദൈവത്വത്തെയും മനസ്സിലാക്കാൻ സാധിക്കും. അവൻ ദൈവമായിരുന്നിട്ടും ആ ദൈവികത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി കഷ്ടം സഹിച്ചു എന്നുള്ളതാണ്. സാക്ഷാൽ മനുഷ്യനായ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 വായിക്കുമ്പോഴും, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോഴും അവന്റെ മാനുഷികമായ അവതാരത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഇവിടെ രോഗബാധിതനായ ബാലനോടും അതിനേക്കാൾ അവന്റെ രോഗത്തിൽ വളരെ വേദന അനുഭവിക്കുന്ന അവന്റെ അപ്പനോടും, ഒരുപക്ഷെ അവന്റെ കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തോടും, അവന്റെ രോഗം ഭേദമാക്കുവാൻ കഴിയാതെ കണ്ണും നട്ടു നിന്ന ശിഷ്യന്മാരോടും മനുഷ്യത്വത്തോടുകൂടി യേശുക്രിസ്തു പെരുമാറുന്നു. ആ ദീനാനുകമ്പയിലൂടെയും സഹിഷ്ണുതയിലൂടെയും ദൈവം ലോകത്ത് സന്നിഹിതനാണെന്ന അറിവും, ഇങ്ങനെ ഈ ലോകത്ത് ഇപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധവും ആ സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. അത് നമുക്ക് അഭിമാനത്തിന് വകയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, മറുരൂപ മലയിൽ വെച്ച് പ്രാർത്ഥിച്ച ചുണ്ടുകളുമായി നാവുകളുമായി താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തു പ്രവർത്തിക്കുന്ന കരങ്ങളുമായി നിൽക്കുന്ന കാഴ്ച നാം കാണുന്നു. ആലയത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ആത്മാവിൽ നിറവ് പ്രാപിച്ചു എന്ന് അഭിമാന പുരസ്സരം പറയുകയും ചെയ്യുന്ന നമുക്ക് അവിടെ ആരാധിക്കുന്ന ആ ആരാധനയുടെ ആധ്യാത്മികതയുടെ കിരണങ്ങൾ ലോകത്തിലേക്ക്, ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് നൽകാൻ സാധിച്ചില്ല എങ്കിൽ ആ ശുശ്രൂഷ കൊണ്ട്, ആ ആരാധന കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നാം തന്നെ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മുടെ ആധ്യാത്മികതയുടെ, ആരാധനയുടെ അനുഭവം കൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് വരുമ്പോൾ അത് പ്രവൃത്തികളായി, പൂവും കായും ഫലങ്ങളുമായി മാറിയെങ്കിൽ ഈ ലോകത്ത് തന്നെ നമുക്ക് സ്വർഗീയ അനുഭൂതിയുടെ അനുഭവങ്ങൾ, പ്രകാശം നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം ബലഹീനരോട് കൂടെയാണ്. ബലഹീനരിൽ ദൈവം പ്രവർത്തിക്കുന്നു.
ബലഹീനരിൽ ബലവാനായ ദൈവം വരുമ്പോൾ ആ ദൈവത്തിന്റെ സർവശക്തി ഈ ബലഹീനതയിലൂടെ വ്യാപരിക്കുന്നു എന്ന് നാം ഗ്രഹിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദുഃഖിക്കുന്നവരെ, വേദനിക്കുന്നവരെ, ബലഹീനതയിലിരിക്കുന്നവരെ കാണുവാനുള്ള കണ്ണും അവരെ സേവിക്കുവാനുള്ള കരങ്ങളും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഹൃദയ വായ്പും ദൈവം നമുക്ക് നൽകി ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്ന ദൈവമേ, കൂനുള്ളവരെയും വേദനയുള്ളവരെയും നിലവിളിക്കുന്നവരെയും ആവേശത്തോടുകൂടി സൗഖ്യം കിട്ടണമെന്നുള്ള ചിന്തയോടുകൂടി അങ്ങേ തൊടുന്നവരെയും ആരും തൊടാത്ത കുഷ്ഠരോഗികളെയും ഒക്കെ ചേർത്തണക്കുകയും സ്പർശിക്കുകയും അവർക്ക് സൗഖ്യം നൽകുകയും അവരെ ബാധയെ മാറ്റിവിടുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവേ, കുരുടനെയും ഊമനെയും ചെകിടനെയും ഒക്കെ സൃഷ്ടിച്ചത് അങ്ങാണ്. അങ്ങയുടെ സൃഷ്ടിക്ക് ഒരു ഉദ്ദേശമുണ്ട്. എന്തിനാണ് കർത്താവെ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല, ഉള്ള ബുദ്ധി ഞങ്ങൾക്കില്ല. കർത്താവെ, അങ്ങ് പക്ഷപാതക്കാരനെ സൗഖ്യപ്പെടുത്തി, ചന്ദ്രരോഗിയെ സൗഖ്യപ്പെടുത്തി, ആരൊക്കെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് അവരെ സൗഖ്യപ്പെടുത്തി. അങ്ങയുടെ മനസ്സെന്താണെന്ന് അങ്ങ് വെളിപ്പെടുത്തി. ബലഹീനരെ കൂടെ നിൽപ്പാൻ സഭയെ ഒരുക്കണമേ. ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ സേവനത്തിൻ്റെ കർത്താവെ അണയാത്ത കിരണങ്ങളെ സഭയിൽ ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇതിലൂടെ മുതലെടുക്കുന്ന കർത്താവെ, മുതലെടുപ്പ് നടത്തി ഇങ്ങനെയുള്ള സമൂഹത്തെ വഞ്ചിക്കുന്ന വഞ്ചകരൻ ലോകത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അവരെ തിരുത്തണമേ. അവരെയും തിരുത്തി യാഥാർത്ഥ്യത്തിലേക്ക് വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഈ വാക്കുകളോടുകൂടി, ഈ പ്രസംഗത്തിനോടുകൂടി, ഈ ചിന്തകളോടുകൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അയച്ച് തിരുത്തി ബോധത്തിലേക്ക് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ബലഹീനതകൾ ക്ഷമിച്ചു തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനോടെ മരിച്ചവരെ ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലങ്ങളെ മുടക്കാം. നമ്മുടെ വിവിധ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഇത്രത്തോളം കാത്തുപരിപാലിച്ച് ദൈവത്തിന് സ്തുതി കരയറ്റാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ പ്രായമായവർക്കും ചികിത്സയിലായിരിക്കുന്നവർക്കും പലവിധമായ ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവർക്കും സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ സംഘടനകൾക്കായിട്ടും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കൊയർ, സൺഡേ സ്കൂൾ, വുമൻ ഫെലോഷിപ്പ്, യൂത്ത് ഫെലോഷിപ്പ് എന്നീ എല്ലാ സംഘടനകൾക്കും വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി എന്നീ കമ്മിറ്റികൾക്കായിട്ട് നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. നമ്മുടെ ചർച്ച് ബിൽഡിംഗ് പ്രോജക്റ്റിന്റെ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ബന്ധപ്പെട്ട എല്ലാ അധികാരികളും അതിലേക്ക് ശുഷ്കാന്തിയോട് പ്രവർത്തിച്ച് ബിൽഡിങ്ങിന്റെ പണി എത്രയും വേഗം നടത്തി നമുക്ക് ഇവിടെ ആരാധന ആരംഭിക്കുന്നതിനായിട്ട് കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. ഓരോ അപേക്ഷയ്ക്കും പിന്നാലെ കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായിട്ട് പറയണം. കർത്താവേ കരുണയുണ്ടാകണമേ. മേലിനുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ളവരെല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശദരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. Let us thank the Lord for all the blessings and healing that He has provided us with. Please do bear in your prayers our building project for its successful and early completion. Let us all pray for the Diocese Council election, which is scheduled between 14th and 17th of this month, so that the right candidates may come to positions of power and authority. We are all invited to the annual Thanksgiving service of Ebenezer Malayalam Church, Chinnapanahalli. This service is also streamlined via YouTube. Please pray for our year-ending programs like the Carol service, Sunday School Annual Day, etc. in your prayers. Please do clear all your previous dues, be it the Harvest Festival dues or subscription dues at the earliest. Thank you, Rijoan family, Achan and family, for helping us with this worship. God bless us all. Thank you. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഉണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.